ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി UDF കൺവീനർ അടൂർ പ്രകാശ്. എത്ര കഴിവുള്ളവനായാലും പാർട്ടിക്ക് ക്ഷീണം വരുത്തുന്ന ഒന്നും ചെയ്യരുത്. MP ആയത് ജനങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടാണ്, ആരും മുകളിൽ നിന്ന് കെട്ടിയിറക്കിയതല്ല എന്നും അടൂർ പ്രകാശ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ഒരു പാർട്ടി എന്ന് പറയുന്നാൽ ആ പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാം. കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസ്സുകാർ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അത് തരൂരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ ഉത്തരവാദിത്വം ചുമതലയുമാണ്. അല്ലാതെ വളയത്തിന് പുറത്തോട്ട് ചാടി ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് എനിക്ക് നാളെ കയ്യടി കിട്ടുമായിരിക്കും. അല്ല, ആ കയ്യടി കിട്ടുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിക്കട്ടെ. ഇൻഡിപെൻഡൻ്റായി മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞാൽ പാർട്ടി പറയുന്നൊന്നും കേൾക്കണ്ട, ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിച്ചാണെന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാധ്യതയും ഒരു ചുമതലയും ഒരു പാർട്ടിയോട് ഉത്തരവാദിത്വവും. അപ്പോൾ പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ ജനങ്ങളാണ് ഞങ്ങളെ തെരഞ്ഞെടുത്തത്. ജനങ്ങൾ, അല്ലാതെ ആരും മുകളിൽ നിന്ന് കെട്ടിയിറങ്ങി താഴേക്ക് വന്നവരല്ല. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ടാകാം. അതേസമയം UDF വികസിപ്പിക്കാനായി മുൻകൈ എടുക്കുമെന്നുകൂടി കൺവീനർ അടൂർ പ്രകാശ് പറയുന്നുണ്ട്. UDF വിട്ടുപോയ പാർട്ടികളെ പുനരാലോചന നടത്താൻ പ്രേരിപ്പിക്കുമെന്നും അടൂർ പ്രകാശ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും വ്യത്യസ്തമായ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ആ വ്യത്യസ്തമായ തീരുമാനം എടുത്തിട്ടുള്ളത് പുനരാലോചന നടത്തണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. പക്ഷേ അവരുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിൽ അത് പുനരാലോചന നടത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കും. അതാണല്ലോ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞങ്ങളൊക്കെ കാണുന്നത്. എങ്കിൽ മാത്രമേ ഒരു മുന്നണി സംവിധാനത്തിലൂടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയം കൈവരിക്കാനുള്ള അവസരം ഒരുക്കണമെങ്കിൽ ആരുമായിട്ടൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാകണം, ആരുമായിട്ടൊക്കെ ചർച്ച ചെയ്യണം. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ KPCC പ്രസിഡൻ്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, അതുപോലെ പിന്നെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. ഇവർ എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ആ പ്രവർത്തനങ്ങളിലേക്ക് നിശ്ചയമായും പോയിരിക്കും. ഏതൊക്കെ പാർട്ടി എന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല. CK വിജയനുണ്ട് കോഴിക്കോട് നിന്നും. CK, ആദ്യം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ കെട്ടിയിറക്കരുതെന്ന് നേരത്തെ ശശി തരൂരിനെ കുറിച്ച് മറ്റ് ചില നേതാക്കളും ഇതേപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശശി തരൂർ ഈ നയതന്ത്ര സംഘത്തിൽ അംഗമാകുന്നതിൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുണ്ടായ മുറിവുറുപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. അതിങ്ങനെ തുടരുകയാണ്. പക്ഷെ അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഈ നിലപാട് എന്ന നിലയ്ക്ക് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് UDF കൺവീനർ എന്ന നിലയിൽ അടൂർ പ്രകാശിന്റെ ഭാഗത്ത് ഇങ്ങനൊരു വിമർശനം ഉണ്ടായത്? ബാക്കി ദേശീയ നേതൃത്വം നിലവിൽ ഇപ്പോൾ ഒരു മൗനം പാലിക്കുന്നിടത്ത് ദേശീയ നേതൃത്വത്തിൻ്റെ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ വിമർശനം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ചുവട് പിടിച്ച് തന്നെയാണ് കേരളത്തിലെ നേതാക്കന്മാരും ഈ രീതിയിൽ പ്രതികരിച്ചത്. പക്ഷേ കേരളത്തിലെ UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ പ്രതികരണം കുറേ കൂടി കടുത്തതാണ്, കുറേ കൂടി വിമർശനാത്മകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യം നമ്മൾ കേട്ടതാണ്. അതായത് ആരും കെട്ടിയിറക്കി MP ആയതല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത MP ആണ്. അതുകൊണ്ട് ആ ഒരു കടപ്പാട് ജനങ്ങളോടുണ്ട്, കോൺഗ്രസിനോട് വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ആരും എത്ര കഴിവുള്ളവനായാലും പാർട്ടിയുടെ ചട്ടക്കൂടിന് അപ്പുറത്തേക്ക്, പാർട്ടിയുടെ വലയത്തിലേക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഡെലിഗേഷൻ സംഘം എന്ന് പറയുന്നത് അതിൽ BJP ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ കയ്യിൽ കൊടുത്തതിന് തുല്യമാണ്. അത് എങ്ങോട്ട് വെട്ടിയാലും മുറിയുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഇവിടെ അതൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി ശശി തരൂർ പെരുമാറണമായിരുന്നു. അദ്ദേഹം അങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ കോൺഗ്രസ് നൽകുന്ന പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാകുമായിരുന്നു. ആ പട്ടികയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഡെലിഗേഷൻ്റെ ചുമതലയിൽ നിൽക്കാമായിരുന്നു എന്നൊക്കെയാണ് അടൂർ പ്രകാശ് പറയുന്ന കാര്യം. സ്വാഭാവികമായും ഇതൊരു അച്ചടക്ക ലംഘനമല്ലേ, നടപടി ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അത് സംബന്ധിച്ച തീരുമാനം AICCയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ്. എന്തായാലും വിവാദം കുറെ കൂടി ആഴത്തിൽ കത്തി നിൽക്കുന്നു എന്നർത്ഥം. എന്തായാലും എനിക്ക് തോന്നുന്നു ജനങ്ങളാണ് ജയിപ്പിച്ചതെന്ന് ഓർക്കണം, പാർട്ടിയാണ് ജയിപ്പിച്ചതെന്ന് ഓർക്കണം എന്നാണ്. ജനങ്ങളാണ് ജയിപ്പിച്ചതെന്ന് ഓർക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ശശി തരൂർ രാജ്യത്തിന്റെ നിലപാട് ലോകത്തോട് പറയാനുള്ള സംഘത്തിൽ അംഗമാകാൻ തീരുമാനിക്കുന്നത്. പാർട്ടിയാണ് ജയിപ്പിച്ചതെന്ന് ഓർക്കുമ്പോഴായിരിക്കും ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ശരി, അതോടെ കേട്ടെ. എങ്ങനെയാണ് UDFനെ വിപുലപ്പെടുത്താനുള്ള പുതിയതായി കൺവീനർ സ്ഥാനം ഏറ്റെടുക്കുന്ന അടൂർ പ്രകാശിന്റെ തന്ത്രങ്ങൾ?
അത് വിട്ടുപോയവരെയൊക്കെ വേഗത്തിൽ തിരികെ കൊണ്ടുവരാം. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ കുറച്ച് സമയമുള്ളൂ. ആ ചെറിയ കാലത്ത് അങ്ങനെ ഒരു മാജിക് ഒക്കെ നടക്കുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടോ? 3 പാർട്ടികളെ കുറിച്ച് പേരെടുത്ത് നമ്മൾ ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അതിൽ ഒന്ന് RP ആണ്. രാഷ്ട്രീയമായി UDF പിന്തുണ നൽകുന്നുണ്ടെങ്കിലും മുന്നണിയുടെ ഭാഗമല്ല. അതോടൊപ്പം തന്നെയാണ് PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസും. അതും രാഷ്ട്രീയമായി UDF നിൽക്കുന്നുവെങ്കിൽ LDF അംഗത്വമില്ല. ഈ 2 പാർട്ടികളെ UDF എടുക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അതിന് അദ്ദേഹം അവരുടെ ആശയങ്ങളും അതോടൊപ്പം തന്നെ വിപുലീകരിക്കേണ്ടതിൻ്റെ കാര്യവും ഗൗരവവും എല്ലാം അദ്ദേഹം വിശദമായി തന്നെ സംസാരിച്ചു. പക്ഷേ എടുക്കുന്ന കാര്യത്തിൽ തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല, കാരണം മറ്റുള്ളവരുമായി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ KM മാണിയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ വിട്ടുപോയതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞത് അവർ വിട്ടുപോകാനുണ്ടായ സാഹചര്യം ഏതോ രീതിയിൽ എടുത്തതാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരെ തിരിച്ച് കൊണ്ടുവരിക എന്നതാണ് പ്രധാനപ്പെട്ട ദൗത്യം. ആ കാര്യം നിർബന്ധമായും ചെയ്യും. പക്ഷേ അതിൻ്റെ ഏതൊക്കെ പാർട്ടി എന്നിപ്പോൾ തൽക്കാലം പറയുന്നില്ല എന്നാണ്. എന്തായാലും മുന്നണി വിപുലീകരിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു അടൂർ പ്രകാശിൻ്റെ ഒരു പ്രധാന അജണ്ടയിൽ ഒന്ന് തന്നെയാണ്.